പിന്നെ നമുക്കിതിൽ ഈ വാളിൽ ഒരു ഫോട്ടോ ഫ്രെയിമും ഒരു കുറച്ച് സീലിംഗ് പോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് വാൾ സെലക്ട് ചെയ്തിട്ട് ടാബ് അമർത്താം. എന്നിട്ട് നമ്പർ 3 അമർത്തിയിട്ട് ഫേസ് സെലക്ഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാകും. ഫേസ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഡി അമർത്തിയിട്ട് കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് കൊടുത്ത് മൂവ്മെന്റ് ക്യാൻസൽ ചെയ്തിട്ട് അഗൈൻ നമ്മൾ ടാബ് അമർത്തിയിട്ട് ഒബ്ജക്റ്റ് മോഡിൽ എന്നിട്ട് എന്നിട്ട് നമുക്ക് കൺട്രോൾ പി അമർത്തിയിട്ട് ഒബ്ജക്റ്റ് വേറെ ആക്കാം. ഓക്കെ, പി അമർത്തുമ്പോൾ സെലക്ഷൻ സെപ്പറേറ്റ്. ഇനി നമുക്ക് ടാബ് അമർത്തിയിട്ട് 2 ഒബ്ജക്റ്റ് ആയിട്ടുണ്ടാവും, ഒരു ക്യൂബും വേറെ. ഇനി അത് സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ സെലക്ട് ചെയ്തിട്ട് പിന്നെയും നമുക്ക് ടാബ് എഡിറ്റ് മോഡിൽ പോവാം. അഗൈൻ അത് സെലക്ട് ചെയ്യാം. സ്കെയില് Z ഡയറക്ഷൻ പോട്ടെ, Y ഡയറക്ഷനിൽ പോകണം. ഓക്കെ, അഗൈൻ Z ഡയറക്ഷനിൽ നമുക്കതൊന്ന് ഒരു ഷേപ്പ് പോലെ ആക്കാം. ഇങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവന അനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇൻസൈറ്റ് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. ഇൻസൈഡിക്ക് ഒരു തള്ളൽ വരും. ഓക്കെ, ഇനി നമുക്ക് ആ ഫേസിലായിരിക്കും അഗൈൻ എക്സ്ട്രൂഡ് ചെയ്യാം ചെറുതായിട്ട്. ഓക്കെ, ഇതൊരു ചെറിയ ഞാൻ എക്സ്ട്രൂഡ് ചെയ്ത് കുറച്ച് വലുതായിട്ടാണ്, ഞാനിപ്പോൾ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സ്റേ വ്യൂ പോവാം. എക്സ്റേ വ്യൂ എടുത്തിട്ട് എ അമർത്താം. അപ്പോൾ നമുക്ക് എല്ലാം സെലക്ട് ആയിട്ടുണ്ടാവും. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒബ്ജക്റ്റ് മോഡിൽ പോയിട്ട് എക്സ്റേ വ്യൂ പോകുന്നത് തന്നെ എല്ലാ ബാക്കിലുള്ള സാധനം ഒബ്ജക്റ്റും സെലക്ട് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാം കാണും. എന്നിട്ട് നമുക്ക് ജി ഉപയോഗിച്ചിട്ട് കുറച്ച് നമുക്ക് എക്സ് ഡയറക്ഷനിൽ കുറച്ച് മൂവ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി കോപ്പി ചെയ്യാം. എക്സ് ഡയറക്ഷനിൽ തന്നെ മതി. ഓക്കെ, ഞാൻ ഇതെവിടെ ആയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും എക്സ്റേ ഡയറക്ഷനിൽ ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്യാം. ജി അമർത്തിയിട്ട് കുറച്ച് അപ്പ് ചെയ്യാം Z ഡയറക്ഷനിൽ. എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, എഡ്ജ് സെലക്ട് ചെയ്യണം. എന്നിട്ട് Z ഡയറക്ഷനിൽ ഓക്കെ. ഇനി മൊത്തത്തിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഷിഫ്റ്റ് ഡി അമർത്തി കോപ്പി ചെയ്യാം Z ഡയറക്ഷനിൽ. ഓക്കെ, ഞാനിപ്പോൾ 2-3 അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് കണ്ടോ? ഇനി ഇതിന്റെ ലെവൽ ഒന്ന് കുറച്ച് വിടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇപ്പുറത്തെ വാളില് അഗൈൻ ടാബ് ഒബ്ജക്റ്റ് മോഡ് സെലക്ട് ചെയ്തിട്ട് ഈ വാൾ സെലക്ട് ചെയ്യാം. അഗൈൻ ടാബ് ഇതിന്റെ നമ്പർ 3 അമർത്തിയിട്ട് ഫേസ് സെലക്ഷൻ കൺട്രോൾ ഷിഫ്റ്റ് ഡി. ഓക്കെ, നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിം എന്ത് പ്രൊസീജിയർ ചെയ്തോ അതേപോലെ തന്നെ ഇതിലും ചെയ്യണം. നമുക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എഡിറ്റ് മോഡിൽ തന്നെ വെച്ചിട്ട് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്തിട്ട് എക്സ് ഡയറക്ഷൻ, Y ഡയറക്ഷൻ, again scale Z ഡയറക്ഷൻ. ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് ജി ഉപയോഗിച്ചിട്ട്
സെഡ് ഡയറക്ഷനിൽ കുറച്ചൊന്ന് മൂവ് ആക്കി വെക്കാം. ഒത്തിരി ടോപ്പിലായിരിക്കുമല്ലോ അത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. വീണ്ടും കുറച്ച് ഈ ഭാഗത്തായിട്ട് വെക്കാം. ഇനി ഈ അമർത്തിയിട്ട് എക്സ്ട്രൂഡ് കുറച്ച്. ഓക്കെ, ഈ ബെവൽ ഇനി ടാബ് അമർത്താം. ബെവൽ കൂട്ടി കൊടുക്കാം. ഓക്കെ,